നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കാണ്. വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ജൂലൈ മാസത്തിൽ നടത്തിയ അക്കൗണ്ടസ്റ്റ് ലോവർ കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മുടെ ചാനൽ ക്ലാസ് കേൾക്കുന്ന ആൾക്കാർ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കണം. ക്ലാസ് നല്ലതാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഇത് നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട സ്റ്റാഫുകളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഫോർവേഡ് ചെയ്യണം. പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ലിങ്കിൽ എല്ലാ ക്ലാസ്സുകളും കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നേരിട്ട് ഇതിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ഇൻക്ലൂഡ് ഇൻ ഗവൺമെന്റ് അക്കൗണ്ട്? താഴെ പറയുന്നവയിൽ സർക്കാർ അക്കൗണ്ടിൽ പെടാത്തത്. നമുക്കറിയാം, ഈ സർക്കാർ അക്കൗണ്ടിൽ പെടുന്നതാണ് കണ്ടിൻജൻസി ഫണ്ട്, കൺസോളിഡേറ്റഡ് ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്. ഇത് മൂന്നും ഏതിൽ പെടുന്ന? സർക്കാർ അക്കൗണ്ടിൽ പെടുന്നതാണ്. എന്നാൽ നാലാമത്തെ ഓപ്ഷൻ ഇവിടെ കാണുന്ന പബ്ലിക് ഡിപ്പോസിറ്റ് ആണ്. അത് സർക്കാർ അക്കൗണ്ടിൽ പെടാത്തതാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഡി ആണ്, പബ്ലിക് ഡിപ്പോസിറ്റ് അഥവാ പൊതു നിക്ഷേപം. അടുത്ത ചോദ്യം, റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ് റെമിഷൻ ഓഫ് റവന്യൂ. അതായത് സർക്കാരിന് കിട്ടേണ്ട ഒരു റവന്യൂ ഒഴിവാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? റെമിഷൻ ഓഫ് റവന്യൂ എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ അബാൻഡ്മെന്റ് ഓഫ് ക്ലെയിം ഓഫ് റവന്യൂ അഥവാ ഓപ്ഷൻ ബി ആണ്, റവന്യൂ ക്ലെയിം ഉപേക്ഷിക്കൽ. സാധാരണഗതിയിൽ എന്തെങ്കിലും വലിയ അത്യാഹിതങ്ങൾ ഒരു പ്രദേശത്ത് സംഭവിച്ചാൽ, ഉരുൾപൊട്ടല്, വെള്ളപ്പൊക്കോ, അങ്ങനെ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ ചിലപ്പോൾ സർക്കാരിന് ആ പ്രദേശത്തുള്ളവരിൽ നിന്ന് സർക്കാരിലേക്ക് കിട്ടേണ്ട റവന്യൂ ഒഴിവാക്കി കൊടുക്കാറുണ്ട്. അത് വരുമാനത്തിലേക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഒരു റവന്യൂ, അല്ലെങ്കിൽ ലോൺ അടയ്ക്കുന്നതിൻ്റെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക, പലിശ ഒഴിവാക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനൊക്കെയാണ് നമ്മൾ റവന്യൂ ക്ലെയിം ഉപേക്ഷിക്കൽ, അബാൻഡ്മെന്റ് ഓഫ് ക്ലെയിം റവന്യൂ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, the claim of traveling allowance shall be forfeited if the claim is not preferred to the drawing and disbursing officer or controlling officer within. നമ്മളൊരു ജീവനക്കാരൻ ടി എ ക്ലെയിം, അവൻ്റെ ടി എ ക്ലെയിം എത്ര കാലത്തിനുള്ളിൽ ഡിസ്ബേഴ്സിംഗ് ഓഫീസർക്കും കൺട്രോളിംഗ് ഓഫീസറെയും ആരുടെയെങ്കിലും മുമ്പിൽ ക്ലെയിം ചെയ്തില്ല എങ്കിൽ, എത്ര കാലത്തിനുള്ളിൽ അത് ക്ലെയിം ചെയ്തില്ല എങ്കിൽ പിന്നെ കിട്ടില്ല, ആ ക്ലെയിം നഷ്ടപ്പെടും. അത് ടി എ ആണെങ്കിലും 1 വർഷത്തിനുള്ളിലാണ്. ടി എ ക്ലെയിം 1 വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണം. ഓക്കെ, അടുത്തത്, ഓൾ ഗവൺമെന്റ് കോൺട്രാക്ട് ഷുഡ് ബി എക്സ്പ്രസ് ടു ബി മെയ്ഡ്. നമ്മൾ ഗവൺമെന്റ് കരാറുകൾ, എല്ലാ ഗവൺമെന്റ് കരാറുകളിലും ആരുടെ പേരിലാണ് എന്നാണ് ചോദിക്കുന്നത്. അത് ഗവർണറുടെ പേരിലാണെന്ന് ആൻസർ. എല്ലാ ഗവൺമെന്റ് കരാറുകളും അത് നടപ്പിലാക്കുന്നതൊക്കെ മറ്റു പലരും ആണെങ്കിലും ആരുടെ പേരിലായിരിക്കും? ഗവർണർ. ഒരു വീട്ടിലെ ഗൃഹനാഥന്റെ പേരിലാണ് ബാക്കി എന്ന് പറഞ്ഞ മാതിരിയാണിത്, ഗവർണറുടെ പേരിലാണ് കരാറുകളൊക്കെ. അഞ്ചാമത്തത് ഫോറമാണ്. നമ്മൾ ഫോറം പറയേണ്ട ആവശ്യമില്ല, ഇൻഡെക്സിൽ നോക്കി ആൻസർ ചെയ്യാവുന്നതുകൊണ്ട് ഡിസ്കഷൻ വേണ്ട. ആറാമത്തെ ചോദ്യം, കേരള ഫിനാൻഷ്യൽ കോഡ് കണ്ടെയ്ൻസ് റൂൾസ് റിഗാർഡിംഗ്. കേരള ഫിനാൻഷ്യൽ കോഡിൽ ഇനി പറയുന്ന നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നതിൽ താഴെ പറയുന്നതിൽ ഏത് നിയമങ്ങളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒന്നാമത്തത് റെസിറ്റ് ഓഫ് ഗവൺമെന്റ് മണി അഥവാ സർക്കാർ പണത്തിന്റെ വരവ്. കസ്റ്റഡി ഓഫ് ഗവൺമെന്റ് മണി, സർക്കാർ പണത്തിന്റെ കസ്റ്റഡി. 3, സർക്കാർ പണം വിതരണം, ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഗവൺമെന്റ് മണി. ഇത് മൂന്നും, ഈ പറഞ്ഞത് മൂന്നും കേരള ഫിനാൻഷ്യൽ കോഡ്സിലുള്ള റൂൾസ് തന്നെയാണ്. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ നിയമങ്ങളാണ് ഇതൊക്കെ. അതായത് സർക്കാർ പണം റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് കസ്റ്റഡി വെക്കുന്നത് എങ്ങനെയാണ്, പണം വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഓൾ എന്നാണ് ആൻസർ. ഓപ്ഷൻ ഡി ഓൾ ആണ് ആൻസർ. അടുത്ത ചോദ്യം, അപ്രോപ്രിയേഷൻ മീൻസ്, അതാണ് വിനിയോഗം അഥവാ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ആൻസർ എമൗണ്ട് പ്ലേസ്ഡ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് എ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. അതായത് ഒരു ഡിസ്ബേഴ്സിംഗ് ഓഫീസറുടെ പക്കല് വെച്ചിരിക്കുന്ന തുക, അതിനാണ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അതിന്റെ വിശദീകരണം പറഞ്ഞാൽ, നമ്മൾ ഈ ഗവൺമെന്റ് അക്കൗണ്ട് രീതികളിൽ
അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് ഈ ബജറ്റിൽ വകയിരുത്തിയ തുകയിൽ നിന്ന് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് അല്ലെങ്കിൽ നിശ്ചിത ചെലവുകൾ നിർവഹിക്കുന്നതിനായി ഒരു ഡിസ്ബേഴ്സിംഗ് ഓഫീസർക്ക് ഉപയോഗിക്കാനായിട്ട് നീക്കി വെച്ചിട്ടുള്ള തുകയെയാണ് സൂചിപ്പിക്കുന്നത്. അതാ ശരിക്കും ഈ അപ്രോപ്രിയേഷൻ ഇവിടെ ഡിസ്ബേഴ്സിംഗ് ഓഫീസറുടെ പക്കല് വെച്ചിരിക്കുന്ന തുക. എമൗണ്ട് പ്ലേസ്ഡ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ് എ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ഒരു സർക്കാർ ഓഫീസിലെ വകുപ്പിലെ ഓഫീസിലെ ദൈനംദിന ഓഫീസ് ചിലവുകൾക്കായി ഇപ്പോൾ സ്റ്റേഷനറി വാങ്ങാൻ, വൈദ്യുത ബില്ല് അടയ്ക്കാനൊക്കെ ആയിട്ട് സർക്കാരിൻ്റെ ബജറ്റ് വിധത്തിൽ നിന്ന് ഒരു പ്രത്യേക തുക ഈ അതാത് ഡിസ്ബേഴ്സിംഗ് ഓഫീസറുടെ വിനിയോഗത്തിനായിട്ട് അനുവദിച്ചു നൽകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഓഫീസറുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഈ പണം നിങ്ങളെ ഏൽപ്പിക്കുന്നു. ആ ഏൽപ്പിക്കുന്ന തുകയാണ് ഇവിടെ അപ്രോപ്രിയേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എടുത്ത് ഏൽപ്പിക്കുന്ന ഒരു തുക ഫോർ അപ്രോപ്രിയേഷൻ, നിശ്ചിത ചെലവുകൾക്കായിട്ട്. അടുത്ത ചോദ്യം, സെന്റേജ് ചാർജ് ഈടാക്കുന്നത്. ആരാണ് സെന്റേജ് ചാർജ് ഈടാക്കുന്നതാണ് ചോദ്യം. സെന്റേജ് ചാർജ് എന്താണെന്നൊക്കെ നമുക്കറിയാം. എന്തേ സെന്റേജ് ചാർജ്? അതായത് സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് ആർക്കെങ്കിലും വേണ്ടി നിർമ്മാണങ്ങളോ പ്രവർത്തനങ്ങളോ നടത്തുമ്പോൾ അതിൻ്റെ മേൽനോട്ടത്തിനും ഭരണപരമായ ആവശ്യങ്ങൾക്കും വേണ്ടി വരുന്ന ചെലവുകൾക്കായിട്ട് അതിൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം ഉണ്ടാവും, ഓഫീസ് ചെലവ് ഉണ്ടാവും. സർക്കാർ ഈടാക്കുന്ന നിശ്ചിത ശതമാനം തുകയാണ് സെന്റേജ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെന്റേജ് ചാർജ് ഈടാക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. അത് ആൻസർ സർക്കാരാണ് സെന്റേജ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ ഈ സെന്റേജ് ചാർജ് റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യന്, ശ്രദ്ധിച്ചോണേ. റെമിഷൻ റിപ്പീറ്റഡ് ആണ് ക്വസ്റ്റ്യൻ. തന്നെ അടുത്ത ചോദ്യം, ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷത്തിന് ശേഷം ലഭിച്ചാൽ അധിക വരുമാനത്തിന്റെ റീഫണ്ടിനുള്ള അപേക്ഷ നിരസിക്കപ്പെടും. ആപ്ലിക്കേഷൻ ഫോർ റീഫണ്ട് ഓർ റവന്യൂ വിച്ച് ആർ മെയ്ഡ് എക്സ് ഗ്രേഷ്യ വിൽ ബി റിജക്റ്റഡ് ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ആഫ്റ്റർ ഡാഷ് ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻ ടു ഗവൺമെന്റ് അക്കൗണ്ട്. അത് 1 വർഷം എന്നാണ് ആൻസർ. 1 വർഷം. അതായത് നമ്മൾ ഈ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഗവൺമെൻറ്റിലേക്ക് എക്സ്ഗ്രേഷ്യയായിട്ട് ഔദാര്യപൂർവ്വമായിട്ട് അക്കൗണ്ടിലേക്ക് അടച്ചുപോയ തുക തിരികെ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാം. ഈ തുക ഗവൺമെൻറ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത തീയതി മുതൽ 1 വർഷത്തിനുള്ളിലായിരിക്കണം അപേക്ഷ എന്നാണ് പറഞ്ഞത്. നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അധികമായിട്ട് അടച്ച തുക ഒരു എക്സ്ഗ്രേഷ്യയായിട്ട് അല്ലെങ്കിൽ ഔദാര്യമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടണം. അതിനൊരു അപേക്ഷ വെക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ അടച്ച ദിവസം മുതൽ എത്ര കാലത്തിനുള്ളിൽ ആ അപേക്ഷ വേണമെന്നാണ്. 1 വർഷത്തിനുള്ളിൽ നിന്നാണ് ആൻസർ. അതിൽ കൂടുതലായാലും അപേക്ഷ നിരസിക്കപ്പെടും. അപ്പോൾ നമ്മൾ അതിന് വീണ്ടും എക്സൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു 2026 ജനുവരി 1-ന് ഒരു തെറ്റായിട്ടൊരു സംഖ്യ ട്രഷറിയിലേക്ക് അടച്ചു, ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് അടച്ചു. ഈ തുക തിരികെ ലഭിക്കുന്നതിനായിട്ട് അടുത്ത 2027 ജനുവരി 1-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ പറഞ്ഞത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം ഇവിടെ ഡിലീറ്റഡ് ആണ്, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി. 11ാമത്തെ ചോദ്യം, ദ റൂൾ ദ എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് ബി പ്രൈമ ഫിസി മോർ ദാൻ ദ ഒക്കേഷൻ ഡിമാൻഡ്സ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ്. ചെലവ് പ്രഥമ ദൃഷ്ട്യ, അതാണ് പ്രൈമ ഫിസി എന്ന് പറയുന്നത്, സന്ദർഭത്തിനനുസരിച്ച് കൂടുതലായിരിക്കരുത് എന്ന നിയമം ഇപ്രകാരം തിരിച്ചിരിക്കുന്നു, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഏതാണ് അത്? സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്പറേറ്റി എന്ന് പറയുന്ന നിയമമാണ് ഇത്. ഈ രീതിയിലാണ് പറയുന്നത്. അതായത് ചെലവ് പ്രഥമ ദൃഷ്ട്യ സന്ദർഭത്തിനനുസരിച്ച് കൂടുതലായിരിക്കരുത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും ഈ ഗവൺമെൻറ് ഫണ്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണിത്. ഇപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെലവ് പ്രഥമ ദൃഷ്ട്യ സന്ദർഭത്തിനനുസരിച്ച് കൂടുതലായിരിക്കരുത്. അതായത് പൊതുജനങ്ങൾക്കായിട്ട് സർക്കാരിൻ്റെ പണം ചെലവഴിക്കുമ്പോൾ, സ്വന്തം പണം ചെലവഴിക്കുമ്പോൾ ഒരു സാധാരണ വ്യക്തി കാണിക്കുന്ന അതേ ജാഗ്രതയും മിതത്വവും ഉദ്യോഗസ്ഥരും പുലർത്തണം. യാതൊരു കാരണവശാലും ആ സന്ദർഭത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തുക പാടില്ല. അതാണ് ഇതിൽ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം. ഇനി ഇത് ഉദാഹരണം വെച്ച് നമുക്ക് പറയണമെങ്കിൽ, ഇപ്പം നമ്മൾ യാത്രപ്പടി അല്ലെ ട്രാവലിംഗ് അലവൻസ് സർക്കാരിൻ്റെ ഔദ്യോഗിക ആവശ്യത്തിനായി തൊട്ടടുത്തുള്ള ഒരു ഓഫീസിലേക്ക് യാത്ര ചെയ്യുമ്പോൾ
സാധാരണ പൊതുഗതാഗതമോ മിതമായ യാത്രാമാർഗങ്ങളോ ലഭ്യമായിരിക്കെ യാതൊരു ന്യായീകരണവും ഇല്ലാതെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ആഡംബര കാറുകൾ വാടകയ്ക്കെടുത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഈ മാനദണ്ഡത്തിന്റെ ലംഘനമായിട്ട് കണക്കാക്കാം. ഏതിൻ്റെ? സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്പറേറ്റിന്റെ ഒരു ലംഘനമായിട്ട്. അപ്പോൾ യോഗങ്ങളും മീറ്റിങ്ങുകളും അത്തരത്തിലുള്ള പിന്നെ ഔദ്യോഗിക മീറ്റിങ്ങുകൾ നടത്തുക, ആവശ്യമായി ഉയർന്ന ചെലവുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ഭക്ഷണക്രമങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്നത് സന്ദർഭത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടിയ ചെലവായി വിരുത്തപ്പെടും. സന്ദർഭത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലുള്ള ചെലവായിട്ട് വിലയിരുത്തപ്പെടും. അതൊക്കെയാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫിനാൻഷ്യൽ പ്രൊപ്പറേറ്റി പറയുന്നത്. ഇതൊരു കോമൺ ഐഡിയ നമുക്ക് ഉണ്ടായാൽ മതി ഇതിനെക്കുറിച്ച്, ഈ ക്വസ്റ്റിനെ പറ്റി പറയുമ്പോൾ. അടുത്ത ചോദ്യം, ഗവൺമെന്റ് പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിൽ വിൽപ്പന വില ചെലവ് വിലയേക്കാൾ എത്ര ശതമാനത്തിൽ അധികം നിശ്ചയിക്കണം? റിപ്പീറ്റ് ക്വസ്റ്റിനാണ് ഇത് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബുക്ക് ഗവൺമെന്റിന്റെ പ്രസിദ്ധീകരണം നടത്തി 100 രൂപയാണ് യഥാർത്ഥ ചെലവ്. ആ ബുക്ക് പ്രസിദ്ധീകരിച്ചപ്പോൾ ചെലവ് 100 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയ്ക്ക് വിൽക്കണം? 150 രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. അതായത് 50% ചെലവ് നിശ്ചയിക്കണം. ചെലവ് വിലയേക്കാൾ വിൽപ്പന വില 50% അധികം നിശ്ചയിക്കണമെന്നാണ് മിനിമം. ഓക്കെ, അപ്പൊ അത് വേറെ രീതിയിലൊക്കെ ഇത് ചോദിക്കാം. 100 രൂപയുടെ അല്ലെങ്കിൽ 200 രൂപ പിന്നെ ചെലവ് വിലയുള്ള ഒരു സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം? 200 രൂപയുടെ സാധനമാണെങ്കിൽ 50% കൂട്ടി വിൽക്കണം, അപ്പം 300 രൂപയാവും. ഓക്കെ, ആ രീതിയിൽ. അടുത്ത ചോദ്യം, പെൻഷനറി ക്ലെയിമുകളുടെ പരിമിതിയുടെ കാലാവധി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെൻഷനറി ക്ലെയിമുകൾ 12 വർഷത്തേക്കാണ് പെൻഷനറി ക്ലെയിമുകളുടെ കാലാവധി എന്ന് പറയുന്നത്. അതായത് അർഹതയുള്ള പെൻഷൻ സംബന്ധമായ തുകയോ ക്ലെയിമുകളോ മുൻകാലങ്ങളിലേക്ക് ചോദിച്ചു വാങ്ങുന്നതിനുള്ള അവകാശ പരിധി 12 വർഷമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം, all sub-vouchers of contingent claim should be presented to the treasury with the original bill if individual payments exceed. അതായത് പേഴ്സണൽ പേയ്മെന്റ്സ് എത്ര രൂപയിൽ കവിയുന്നുണ്ടെങ്കിൽ കണ്ടിജന്റ് ക്ലെയിമിന്റെ എല്ലാ സബ് വൗച്ചറുകളും യഥാർത്ഥ ബില്ലിനോടൊപ്പം ട്രഷറിയിൽ ഹാജരാക്കണം. ശ്രദ്ധിക്കണേ, ഇതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം. നിങ്ങൾ 1000 രൂപയിൽ കൂടുതൽ എന്നാണ് ഇതിവിടെ അർത്ഥം. പേഴ്സണലായിട്ടുള്ള പേയ്മെന്റ് 1000 രൂപയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ കണ്ടിജന്റ് ബില്ലിനോടൊപ്പം അതിന്റെ സബ് വൗച്ചറുകളും ഹാജരാക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ നോക്കുക, 1000 രൂപയിൽ താഴെയുള്ള പേയ്മെന്റ് ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം. ഒരു ഓഫീസിലെ ആവശ്യങ്ങൾക്കായിട്ട് വിവിധ സാധനങ്ങൾ വാങ്ങിയ വകയിൽ ആകെ 5000 രൂപയുടെ കണ്ടിജന്റ് ബില്ല് ട്രഷറിയിൽ സമർപ്പിക്കുന്നു. ആകെ 5000 രൂപയുടെ. ഇതിൽ 400 രൂപ സ്റ്റേഷനറി സാധനങ്ങളും 300 രൂപ ക്ലീനിങ് സാധനങ്ങൾക്കും നൽകിയ ഇൻഡിവിജ്വൽ പേയ്മെന്റ്സാണ്. എങ്കിൽ 1000 രൂപയിൽ താഴെയുള്ള ഈ ചെറിയ തുകകൾക്ക് ഒറിജിനൽ ബില്ലിനോടൊപ്പം ട്രഷറിയിൽ പ്രത്യേക വൗച്ചേഴ്സ് ബില്ലുകൾ ഹാജരാക്കേണ്ടതില്ല, മറിച്ച് ആ ബില്ലിൽ ഒരു ഡിക്ലറേഷൻ എഴുതിയാൽ മതി. എന്നാൽ 1000 രൂപയിൽ കൂടുതലുള്ള പേയ്മെന്റ് ആണെങ്കിൽ, നമ്മളിപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കടയിലേക്ക് ഒരു സാധനം മേടിച്ചു, കടയിലേക്ക് നൽകിയ തുക 1000 രൂപയിൽ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിപ്പയറിങ്ങിന് നൽകിയിട്ട് റിപ്പയറിംഗ് കൂലിയായിട്ട് ഒരാൾക്ക് നൽകിയ 1200 രൂപയാണെങ്കിൽ ആ തുകയ്ക്കുള്ള ഒറിജിനൽ സബ് വൗച്ചർ കണ്ടിജന്റ് ബില്ലിനോടൊപ്പം ട്രഷറിയിൽ നിർബന്ധമായിട്ടും ഹാജരാക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞ അതാണ്, 1000 രൂപയിൽ കൂടുതൽ ഒരാൾക്ക് ഈ കണ്ടിജന്റ് ബില്ലിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പേഴ്സണലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ആ കണ്ടിജന്റ് ബില്ലിന്റെ വൗച്ചർ ഈ 1000 രൂപയിൽ കൂടുതൽ വരുന്ന വ്യക്തിഗത പേയ്മെന്റുകൾക്ക് ഒറിജിനൽ സബ് വൗച്ചറുകൾ ഈ ബില്ലിനോടൊപ്പം, ഇപ്പം നമ്മൾ 1200 രൂപ ഒരാൾക്ക് കൂലിയായി കൊടുത്തു. ഓക്കെ, അപ്പം നമ്മൾ എന്ത് വെക്കണം? അയാളുടെ അടുത്ത് നിന്ന് ഒരു റെസീറ്റ് വാങ്ങണം. എന്ത് റെസീറ്റ്? ഇന്ന വകയിൽ ഇന്ന കാര്യത്തിൽ ഇന്ന 1000 രൂപ കിട്ടി, ബോധിച്ചു, അഡ്മിറ്റഡ് ആൻഡ് പെയ്ഡ്, ഒപ്പിട്ടു. ആ രീതിയിൽ ഒരു സബ് വൗച്ചർ വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള പേയ്മെന്റ്സ്, ഇൻഡിവിജ്വൽ പേയ്മെന്റ്സ് 1000 രൂപയിൽ കവിഞ്ഞാൽ മാത്രം അത് മതി. ഇല്ലെങ്കിൽ വൗച്ചർ വെക്കാതെ ബില്ലിലൊരു ഡിക്ലറേഷൻ കൊടുത്താൽ മതി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.
അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്. 16ാമത്തെ ചോദ്യം, ഒരു മാക്സിമം പീരീഡ് വിത്തിൻ വിച്ച് എ ടെമ്പററി അഡ്വാൻസ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ഈസ്. ഒരു താൽക്കാലിക അഡ്വാൻസ് തുക കൈപ്പറ്റിയ തീയതി മുതൽ അല്ലെങ്കിൽ ആ ചെലവ് പൂർത്തിയായ തീയതി മുതൽ എത്ര കാലത്തിനുള്ളിൽ കണക്ക് തീർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായി, അതായത് അതിനുള്ള ചെലവാക്കിയതിൻ്റെ ബില്ലോ വൗച്ചറോ ഒക്കെ യഥാസമയം സമർപ്പിച്ചിട്ട് കണക്ക് ക്ലോസ് ചെയ്യണം. അത് എത്ര കാലത്തിനുള്ളിൽ ക്ലോസ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. ഏത് ടെമ്പററി അഡ്വാൻസിന്റെ അത് 3 മാസത്തിനുള്ളിൽ കണക്കുകൾ ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സർക്കാർ ഓഫീസിലെ ജീവനക്കാരൻ ഒരു പ്രത്യേക ഔദ്യോഗിക പരിപാടി നടത്തുന്നതിനായി സർക്കാർ ഫണ്ടിൽ നിന്ന് 10,000 രൂപ ടെമ്പററി അഡ്വാൻസ് ആയിട്ട് ജനുവരി 1 കൈപ്പറ്റി. അപ്പോൾ ചട്ടപ്രകാരം ഈ തുക എടുത്ത് ചെലവഴിച്ചതിന്റെ ബില്ലുകളും ബാക്കി വന്ന തുക തിരിച്ചടച്ചിട്ടുള്ള രേഖകളും സഹിതം കണക്ക് തീർക്കേണ്ട അവസാന തീയതി മാർച്ച് 31 അതാണ് ജനുവരി 1 മുതൽ 3 മാസത്തിനുള്ളിൽ ആയിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ടെമ്പററി അഡ്വാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കണക്കുകളൊക്കെ സെറ്റ് ചെയ്ത് അത് ക്ലോസ് ചെയ്യേണ്ട തീയതി എന്ന് പറഞ്ഞാൽ 3 മാസത്തിനുള്ളിലാണ്. അടുത്ത ചോദ്യം, ദ കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സസൈസ്ഡ് ബൈ. അതായത് ചെലവുകളുടെ നിയന്ത്രണം ആരൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നടത്തുന്നത്? ഉത്തരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ഓഡിറ്റ്, എല്ലാം എന്നാണ്. 4ാമത്തെ ഓപ്ഷൻ എല്ലാം എന്നാണ്. അപ്പോൾ ഇവിടെ ചെലവുകളുടെ കൺട്രോള് ലെജിസ്ലേച്ചറും ഉണ്ട്, എക്സിക്യൂട്ടീവും ഉണ്ട്, ഓഡിറ്റും ഉണ്ട്. 3 പേരും 3 രീതിയിലും എന്ത് നടക്കുന്നുണ്ട്? കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതായത് ചെലവുകളുടെ നിയന്ത്രണം ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ആൻസർ എല്ലാം എന്നാണ്, അതായത് ഡി, ഓപ്ഷൻ ഡി എല്ലാം എന്നാണ്. അടുത്ത ചോദ്യം, നിയമസഭ വകയിരുത്തിയിരിക്കുന്ന തുക ഇനി പറയുന്നവയുടെ വിനിയോഗത്തിൽ വെച്ചിരിക്കുന്നു. ദ സം അപ്രോപ്രിയേറ്റഡ് ബൈ ലെജിസ്ലേച്ചർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ഡിസ്പോസൽ ഓഫ്. അത് ആരുടെ ഡിസ്പോസലിലാണ് വിനിയോഗിക്കേണ്ടത്, ആരുടെ കൺട്രോളിലാണ്? അത് ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ആണ്. ചീഫ് കൺട്രോളിംഗ് ഓഫീസർ. നിയമസഭ വകയിരുത്തിയ തുക ആരാണ് വിനിയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതാത് വകുപ്പിന്റെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ആണെന്നതാണ് ഉത്തരം. അപ്പോ നിയമസഭ സാധാരണഗതിയിൽ ബജറ്റിലൂടെയോ മറ്റ് ഗ്രാന്റുകളിലൂടെയോ ഒക്കെ സർക്കാരിന്റെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് തുക വകയിരുത്തുമ്പോൾ അല്ലെ അപ്രോപ്രിയേഷൻ നടത്തുമ്പോൾ ആ ഫണ്ടിന്റെ പൂർണ്ണമായ നിയന്ത്രണവും വിനിയോഗ ചുമതലയും ആ വകുപ്പിലെ ചീഫ് കൺട്രോളിംഗ് ഓഫീസർക്കാണ് നൽകുന്നത്. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതിന് ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പിന്നെ നിയമസഭ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്ക് 100 കോടി രൂപ ബജറ്റിലൂടെ വകയിരുത്തി. അപ്പൊ നിയമസഭ നേരിട്ട് അംഗീകരിച്ച ഈ തുക നേരിട്ട് ചെലവഴിക്കുന്നതിന് പകരം ആ വകുപ്പിന്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ അത്തരം ഉയർന്ന ഉദ്യോഗസ്ഥനായ ചീഫ് കൺട്രോളിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലേക്കാണ് ഇത് നൽകുന്നത്. അപ്പൊ ഈ ചീഫ് കൺട്രോളിംഗ് ഓഫീസർ ഈ തുക വിവിധ സർക്കിളുകൾക്കും ഡിവിഷനുകൾക്കും കീഴിലുള്ള ഡ്രോയിങ് ആൻഡ് DDOമാർക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യും. അങ്ങനെ ആകെ ചെലവ് ബജറ്റ് വിഹിതത്തിനുള്ളിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. അത് ആരാ ചെയ്യേണ്ടത്? ആ വകുപ്പിന്റെ ചീഫ് കൺട്രോളിംഗ് ഓഫീസറാണ്. ഓക്കെ, അടുത്തത്, ചെലവുകളുടെ നിയന്ത്രണം ആരുടെ ഉത്തരവാദിത്തമാണ്? ദ കൺട്രോൾ ഓവർ ദി എക്സ്പെൻഡിച്ചർ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ്. കൺട്രോൾ ഓവർ ദി എക്സ്പെൻഡിച്ചർ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ്. ചെലവുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? അത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് ഉത്തരം. ചെലവുകളുടെ നിയന്ത്രണം, കൺട്രോൾ ഓവർ ദി എക്സ്പെൻഡിച്ചർ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് ഈ ചെലവുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സംപ്റ്റഡ് ഫ്രം അപ്രോപ്രിയേഷൻ കൺട്രോൾ? അപ്രോപ്രിയേഷൻ കൺട്രോളിൽ ഉൾപ്പെടുത്താത്ത താഴെ പറയുന്നവയിൽ ഏതാണ്? അതാണ് ഇവിടുത്തെ ചോദ്യം.
അപ്പോൾ അത് ട്രാവലിംഗ് അലവൻസ് ഉണ്ട്, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഉണ്ട്, വാടക നിരക്ക് നികുതികളുണ്ട്, പെൻഷൻ ഉണ്ട്. ഓക്കെ, ആൻസർ പെൻഷൻ ആണ്, ഡി. അതായത് അപ്രോപ്രിയേഷന്റെ കൺട്രോളിൽ ഒന്നും ഉൾപ്പെടാത്ത ഒന്നാണ് പെൻഷൻ. അതായത് പെൻഷൻ എന്ന് പറയുന്നത് ഒരു വോട്ടഡ് അല്ല, ചാർജ്ഡ് ആണ്. പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിയമസഭയുടെ വോട്ട് ചെയ്യുവോ, ബജറ്റിൽ വെക്കുവോ, നിയമസഭയുടെ മുമ്പാകെ വെക്കുവോ ഒന്നും വേണ്ട. പെൻഷൻ അവകാശമാണ്. അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ വോട്ടഡ് ആയിട്ട് വേണ്ട. ഇത് ചാർജ്ഡ് എക്സ്പെൻഡിച്ചറിലാണ് പെൻഷൻ വരുന്നത്. ബാക്കിയെല്ലാം അങ്ങനെയല്ല. ഓക്കെ, അടുത്ത ചോദ്യം. റിസംഷൻ ഓഫ് അപ്രോപ്രിയേഷൻ മീൻസ്, അതായത് അപ്രോപ്രിയേഷന്റെ പുനരാരംഭം എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? അത് അർത്ഥമാക്കുന്നത് വിഡ്രോവൽ ഓഫ് അപ്രോപ്രിയേഷൻ ഫൗണ്ട് ടു ബി ഇൻ എക്സസ് ഓഫ് റിക്വയർമെന്റ്. അതായത് ആവശ്യത്തിലധികമായി കണ്ടെത്തിയ വിനിയോഗം പിൻവലിക്കുകയാണ്. അതിനാണ് നമ്മൾ റിസംഷൻ ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻ. റിസംഷൻ ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു സർക്കാർ വകുപ്പിനോ ഓഫീസിനോ ഒരു സാമ്പത്തിക വർഷത്തേക്ക് ചില ചെലവുകൾക്കായിട്ട് തുക അനുവദിക്കാറുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. എന്നാൽ വർഷാവസാനം ആവുമ്പോൾ അനുവദിച്ച തുകയേക്കാൾ കുറഞ്ഞ തുക മാത്രമാണ് ആ വകുപ്പ് ചെലവഴിച്ചതെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ബാക്കി വരുന്ന ആ തുക, അധികമായി നിൽക്കുന്ന തുക സർക്കാരിലേക്ക് പിൻവലിക്കുന്ന പ്രക്രിയയാണ് റിസംഷൻ ഓഫ് അപ്രോപ്രിയേഷൻ. ക്ലിയർ അല്ലേ? റിസംഷൻ ഓഫ് അപ്രോപ്രിയേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വകുപ്പിന്റെ ഓഫീസ് ചെലവുകൾക്കായിട്ട് ഒരു സാമ്പത്തിക വർഷം 1,00,000 രൂപ അനുവദിച്ചു. അപ്പോൾ വർഷാവസാനം കണക്ക് നോക്കുമ്പോൾ ഈ ഓഫീസ് ആകെ 80,000 രൂപ മാത്രമേ ചെലവഴിച്ചുള്ളൂ. അപ്പം മിച്ചം 20,000 രൂപ ബാക്കി വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ എക്സസ് ഓഫ് റിക്വയർമെന്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അതിലൊരു നടപടി വരും. എന്താ നടപടി? ആ നടപടിയാണ് റിസംഷൻ. എന്താണ്? ഇങ്ങനെ ആവശ്യത്തിൽ കവിഞ്ഞതായി കണ്ടെത്തിയ 20,000 രൂപ വകമാറ്റി ചെലവഴിക്കാൻ അനുവദിക്കാതെ സർക്കാരിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് തിരികെ പിൻവലിക്കുന്നതിനെയാണ് നമ്മൾ റിസംഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല അതിന്, അതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഈസ് പ്രൊപ്പോസ്ഡ് ബേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഡാഷ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. റിവൈസ് അതായത് സാമ്പത്തിക വർഷത്തിലെ ആദ്യ മാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ എത്ര മാസങ്ങളിലെ അടിസ്ഥാനമാക്കി അടുത്ത പുതുക്കിയ ബജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കും. അപ്പോൾ അത് ആദ്യത്തെ 5 മാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ആദ്യത്തെ 5 മാസത്തെ ചെലവും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഇത് റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ഓർമ്മിക്കുക, റിവൈസ്ഡ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ഒരു സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ 5 മാസങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ആസ് പെർ ഗവൺമെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം എ സസ്പെൻസ് ഈസ് അക്കൗണ്ടഡ് ഇൻ. ഒരു ഗവൺമെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം അനുസരിച്ച് ഒരു സസ്പെൻസ് ഡാഷിൽ കണക്കാക്കുന്നു. അത് 23 ചോദ്യം എന്ന് പറയുന്നത് ഡിലീറ്റഡ് ആണ്. അപ്പൊ നെക്സ്റ്റ് 24ാമത്തെ ചോദ്യം. ഓൾ പേയ്മെന്റ്സ് ഓഫ് വർക്ക് ഈസ് ബേസ്ഡ് ഓൺ ദ മെഷർമെന്റ് റെക്കോർഡഡ് ഇൻ ദി. അതായത് ജോലിയിലെ എല്ലാ പേയ്മെന്റുകളും താഴെ പറയുന്നതിൽ എന്ത് അളവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? അപ്പോൾ ജോലിയുടെ പണം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന്റെ കണക്ക് നോക്കണം. കണക്ക് എവിടെ നിന്ന് കിട്ടും? അത് കിട്ടുന്നത് എം ബുക്കിൽ നിന്നാണ്. ഇവിടെ ആൻസർ സി, മെഷർമെന്റ് ബുക്കാണ്. മെഷർമെന്റ് ബുക്ക്. അപ്പൊ മെഷർമെന്റ് ബുക്കിൽ എന്തുണ്ടാവും? എല്ലാ പണിയെടുത്ത ജോലി ചെയ്ത എല്ലാത്തിൻ്റെ അളവുണ്ടാവും. ഇപ്പോൾ സിമെന്റ് പ്ലാസ്റ്ററിങ് നടത്തിയ ഒരു ഭിത്തിയിൽ എത്ര സ്ക്വയർ ഫീറ്റ് പിന്നെ സിമെന്റ് ചെയ്തു, തേച്ചു എന്ന് കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ മെഷർമെന്റ് ബുക്കിലെ മെഷർമെന്റുകൾക്ക് അടിസ്ഥാനമാക്കിയിട്ടാണ് എല്ലാ പേയ്മെന്റ്സും നടക്കുന്നത്. ഓൾ പേയ്മെന്റ്സ്, ജോലിയുടെ എല്ലാ പേയ്മെന്റ്, ജോലി ചെയ്തിട്ടുണ്ടോ അതിന്റെ കണക്ക് മെഷർമെന്റ് ബുക്കിലുണ്ടാവും. കോൺക്രീറ്റ് ചെയ്തോ, എത്ര സ്ക്വയർ ഫീറ്റ്, എത്ര ക്യൂബിക് മീറ്റർ, ഇതൊക്കെ അതിൽ ഉണ്ട് എന്ന് എവിടെ ഉണ്ടാവും? മെഷർമെന്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും, രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനനുസരിച്ചാണ് പേയ്മെന്റ് നൽകുക.
അടുത്ത ചോദ്യം. ആ ദ മാക്സിമം എമൗണ്ട് ഓഫ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് അഡ്മിസിബിൾ ഈസ്. നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാർക്കുള്ള HBA, ഹൗസ് വീട് നിർമ്മിക്കാനുള്ള ലോണ് കൊടുക്കുക, അത് ഇടക്കാലത്ത് നിർത്തിയിരുന്നു, പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ തന്നെ KFCയിൽ ഒരു നിയമാവലി പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് എത്രയാണ് പരമാവധി തുക കൊടുക്കാൻ പറ്റുക എന്നാ. അത് നമ്മളുടെ ബേസിക് പേയുടെ 50 മടങ്ങാണ്. അടിസ്ഥാന ശമ്പളത്തിന്റെ 50 മടങ്ങാണ് HBA സാധാരണയായിട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ബേസിക് പേ 50,000 ആണെന്ന് വെച്ചോ. നമ്മളുടെ ബേസിക് പേ 50,000 ആണെങ്കിൽ എത്ര അപേക്ഷിക്കാം? നമുക്ക് 25 ലക്ഷം ഹൗസ് ബിൽഡിങ്ങിന് അപേക്ഷിക്കാം. ഓക്കെ, ആ രീതിയിൽ. അടുത്ത ചോദ്യം ഫോറമാണ്. 26 ഒഴിവാക്കി, 27 ഫോറമാണ്. സോറി, 27 ഫോറും ആണ്, 27 ഡിലീറ്റഡും ആണ് ക്വസ്റ്റ്യൻ. അത് പോട്ടെ. ഇനി 28. ദ പേയ്മെന്റ് ഓഫ് ക്ലെയിം ബാർഡ് ബൈ ലിമിറ്റേഷൻ ഓഫ് ടൈം ക്യാൻ ബി സാങ്ഷൻഡ് ബൈ. അതായത് സമയപരിമിതി മൂലം അല്ലെങ്കിൽ തടയപ്പെട്ട ക്ലെയിം പേയ്മെന്റ് ആർക്കാണ് അനുവദിക്കാൻ പറ്റുന്നത്? അതാണ് ഇവിടെ. ഇപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരനോ അതിൻ്റെ ഒരു എസ്തരം എന്ന് പറഞ്ഞാൽ, അതായത് സമയപരിമിതി മൂലം തടഞ്ഞ ഒരു ക്ലെയിം, അതിൻ്റെ പേയ്മെന്റ് ആർക്ക് അനുവദിക്കാവുന്നതാണ്? അത് സർക്കാരിന് അനുവദിക്കാവുന്നതാണ് എന്നതാണ് ആൻസർ. അപ്പോൾ ഒരു സർക്കാർ ജീവനക്കാരനോ വ്യക്തിക്കോ ലഭിക്കേണ്ടുന്ന ഏതെങ്കിലും ഒരു ക്ലെയിം, ഇപ്പോൾ ശമ്പളം ആയിക്കോട്ടെ, യാത്രാപ്പഴി ആയിക്കോട്ടെ, പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ നിശ്ചിത പരിധിക്കുള്ളിൽ ആവശ്യപ്പെടാതെ വരികയും, ഇപ്പോൾ ഒരു വർഷം 3 വർഷം ആയിക്കോട്ടെ, അതിനാവശ്യപ്പെടാതെ വരികയും അങ്ങനെ സമയപരിധി കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അത് തടസ്സപ്പെടുകയും ചെയ്തു. ടൈം ബാർഡ് ക്ലെയിം എന്ന് നമുക്ക് പറയാം. ടൈം ബാർഡ് ക്ലെയിം. അപ്പോൾ ചെയ്താൽ സാധാരണ രീതിയിൽ പിന്നെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് പിന്നെ അത് പാസ്സാക്കി നൽകാൻ അധികാരമില്ല. അപ്പോൾ ഇത്തരം ക്ലെയിമുകൾക്ക് നിയമപരമായ സാധുത നൽകി പണം അനുവദിക്കാനുള്ള പൂർണ്ണ അധികാരം ആർക്ക് മാത്രമേ ഉള്ളത്? സർക്കാരിന് മാത്രമാണ് ഉള്ളത്. അടുത്ത ചോദ്യം. ഒരു സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിക്കുമ്പോൾ ആ തസ്തികയുടെ കേഡർ ശക്തി. അപ്പൊ സൂപ്പർ ന്യൂമറി തസ്തിക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു തസ്തിക അല്ല, അതൊരു നിഴൽ തസ്തികയാണ്, അല്ലെ ഒരു ഷാഡോ പോസ്റ്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ കേഡർ സ്ട്രെങ്ത് ഒരു സൂപ്പർ ന്യൂമറി തസ്തിക അനുവദിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കേഡർ സ്ട്രെങ്തിന് ഒരു മാറ്റവും വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. വെൻ എ സൂപ്പർ ന്യൂമറി പോസ്റ്റ് ഈസ് ക്രിയേറ്റഡ്, ദ കേഡർ സ്ട്രെങ്ത് ഓഫ് ദാറ്റ് പോസ്റ്റ് വിൽ ബി. അതിന്റെ കേഡർ സ്ട്രെങ്ത് ഒന്നിന് പകരം 2 ആവുമോ എന്നാ ചോദിച്ചല്ല. കേഡർ സ്ട്രെങ്തിന് ഉത്തരം എന്ന് പറയുന്നത് നോ ചേഞ്ച് എന്നാ. കേഡർ സ്ട്രെങ്ത് മാറുന്നില്ല, മാറ്റമില്ല എന്നാണ് ഉത്തരം. അടുത്ത ചോദ്യം. ദ പേയ്മെന്റ് ഓഫ് ഇൻക്രിമെന്റ് ഓഫ് ഗസറ്റഡ് ഓഫീസർ ഈസ് ഓതറൈസ്ഡ് ബൈ. ഗസറ്റഡ് ഓഫീസറുടെ ഇൻക്രിമെന്റ് ഓതറൈസ് ചെയ്യുന്നത് ആരാണ്? ഗസറ്റഡ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓതറൈസ് ചെയ്യുന്നത് ശരിക്കും അക്കൗണ്ടന്റ് ജനറൽ ആണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ അക്കൗണ്ടന്റ് ജനറൽ. നിങ്ങൾ ഗസറ്റഡ് ഓഫീസർമാർക്ക് കൊടുക്കുന്ന എന്ത് കാര്യം പറയുമ്പോൾ ഓർമ്മിച്ചോ, അക്കൗണ്ടന്റ് ജനറൽ ആണ് അത് ചെയ്യുന്നത്. പെൻഷൻ ആയിക്കോട്ടെ, DCRG ആയിക്കോട്ടെ, കമ്മ്യൂട്ടേഷൻ ആയിക്കോട്ടെ, ഇൻക്രിമെന്റ് ആയിക്കോട്ടെ, പേ ഫിക്സേഷൻ ആയിക്കോട്ടെ, എല്ലാം. അടുത്തത് 31 ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഞാനത് വിട്ടിരിക്കുകയാണ്. 32 ഫോമാണ്, ആർട്ടിക്കിളാണ് ചോദിച്ചിരിക്കുന്നത്. 33ാമത്തെ ചോദ്യം. കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ള ഒരു യാത്രാ അലവൻസിന്റെ ക്ലെയിം പേയ്മെന്റിന് നൽകേണ്ടത്. ദ ക്ലെയിം ഓഫ് ട്രാവലിംഗ് അലവൻസ് റിക്വയറിംഗ് കൗണ്ടർ സിഗ്നേച്ചർ ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ്. അതായത് നമ്മളൊരു ട്രാവൽ അലവൻസ് ബില്ല് ട്രഷറിയിൽ സമർപ്പിക്കാൻ പോവാണ്. അതിൽ ഈ ട്രാവലിംഗ് അലവൻസ് ബില്ല് സമർപ്പിക്കുമ്പോൾ അതിലൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ആ ബില്ലിന് ഒരു കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുണ്ട്. കൗണ്ടർ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഈ DDO ആയിരിക്കില്ല, അതിന് മുകളിലുള്ള ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡോ അങ്ങനെ ആരുടെയെങ്കിലും കൗണ്ടർ സിഗ്നേച്ചർ വേണമെന്ന് ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും.
അങ്ങനെയുള്ള കൗണ്ടർ സിഗ്നേച്ചർ ആവശ്യമുള്ള ഒരു ബില്ല് എപ്പോഴാണ് പേയ്മെന്റിന് ഡ്യൂ ആകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒന്നും പറയാനില്ല. ആ പിന്നെ ആ ക്ലെയിം, ആ ബില്ല് കൗണ്ടർ സൈൻ ചെയ്താൽ മാത്രമേ അത് റെഡിയാവുള്ളൂ. അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെയുള്ള ട്രാവലിംഗ് അലവൻസിന്റെ ബില്ലുകൾ, കൗണ്ടർ സിഗ്നേച്ചർ വേണമെന്ന് പറഞ്ഞിരിക്കുന്നതല്ലാത്ത ബില്ലുകൾ, അങ്ങനെയുള്ള ബില്ലുകൾ DDO നേരിട്ട് കൊണ്ടുപോയിട്ട് ട്രഷറിയിൽ കൊടുത്താൽ ക്യാഷ് ആവില്ല. മറിച്ച് അതിൽ കൗണ്ടർ സിഗ്നേച്ചർ ഇടണമെന്ന് പറഞ്ഞാൽ മേലൊപ്പ് ഇടണമെന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ അതുകൊണ്ട് അതാണ്. ഈ വെൻ ദ ക്ലെയിം ഈസ് കൗണ്ടർ സൈൻഡ് ദെൻ ഓൺലി ഇറ്റ് ബിക്കം ഡ്യൂ ഫോർ പേയ്മെന്റ്. അടുത്ത ചോദ്യം, ഈ വകുപ്പുകളുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് പ്ലാൻ സ്കീംസ്. നമ്മൾ ഈ ബഡ്ജറ്റിൽ പ്ലാൻ സ്കീമും ഉണ്ട്, നോൺ പ്ലാൻ സ്കീമും ഉണ്ട്. അപ്പോൾ ഈ പ്ലാൻ സ്കീമുകളുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഏത് തീയതിക്ക് മുമ്പാണ് സർക്കാരിന് സമർപ്പിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. വകുപ്പുകളുടെ പ്ലാൻ സ്കീമുകളുടെ ബജറ്റ് എസ്റ്റിമേറ്റ് ഏത് തീയതിക്ക് മുമ്പാണ് സർക്കാരിന് സമർപ്പിക്കേണ്ടത്? അതിൻ്റെ ആൻസർ നവംബർ 30 മുമ്പ് എന്നാണ്. അടുത്ത ചോദ്യം, നിയമസഭയിൽ ദ ഡേറ്റ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഈസ് ഡിസൈഡഡ് ബൈ. അതായത് നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി അന്തിമമായിട്ട് തീരുമാനിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഓക്കെ. അടുത്ത ചോദ്യം, റിവൈസ്ഡ് ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ്. പുതുക്കിയ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് എപ്പോഴാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് സാമ്പത്തിക വർഷത്തിന് മുമ്പാണെന്ന്, അല്ലെങ്കിൽ സാമ്പത്തിക വർഷത്തിന് ശേഷമാണ്, സാമ്പത്തിക വർഷത്തിലാണ്, എല്ലാം എന്നാണ്. എന്താ അതിൻ്റെ ഒരു ആൻസർ എന്ന് പറയുന്നത്? പുതുക്കിയ ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് അതിൻ്റെ സാമ്പത്തിക വർഷം, ഡ്യൂറിങ് ദ ഫിനാൻഷ്യൽ ഇയറിലാണ്. ഡ്യൂറിങ് ദി ഫിനാൻഷ്യൽ ഇയർ. നേരത്തെ അവതരിപ്പിക്കുമെങ്കിലും അതിൻ്റെ പാസ്സാക്കുക ബാക്കി എല്ലാ ചടങ്ങുകളും ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കിവിടെ ഒരു 1 more ക്വസ്റ്റ്യൻ. ഗവൺമെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ വർഗീകരണത്തിന്റെ പ്രധാന യൂണിറ്റ്, നിരന്തരം ചോദിക്കുന്ന ചോദ്യം. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻ ദ ഗവൺമെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ്. ഗവൺമെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ ക്ലാസിഫിക്കേഷന്റെ, നമുക്കറിയാലോ, മേജർ ഹെഡ്, സബ് ഹെഡ്, സെക്ടർ, മൈനർ ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ് എന്നൊക്കെ പറയുന്ന ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ്, ഗവൺമെന്റ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലെ ക്ലാസിഫിക്കേഷന്റെ പ്രധാന യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മേജർ ഹെഡ് ആണ്. മേജർ ഹെഡ്. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ. ക്ലാസ്സുകൾ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.